ഈ വീഡിയോയിൽ കൂടി ഞാനിന്ന് പറയാൻ പോകുന്നത് പ്ലൈവുഡും ബ്ലോക്ക് ബോർഡും തമ്മിലുള്ള ഗുണവ്യത്യാസങ്ങൾ, അതായത് ക്വാളിറ്റിയിലുള്ള വ്യത്യാസങ്ങൾ, ഉപയോഗിക്കുന്ന രീതികൾ എന്നിവയെക്കുറിച്ചാണ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലൈവുഡ് ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ കൂടെ പറഞ്ഞിരുന്നു. പ്ലൈവുഡിൻ്റെ ഗുണങ്ങളും അത് ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ചും അതിനുപയോഗിക്കുന്ന ഫിനിഷുകളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞു. എന്നാലും ആദ്യമായിട്ട് കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് റഫായിട്ട് പറയാം. പ്ലൈവുഡ് എന്ന് പറയുന്നത് ഏകദേശം 3 mm മുതൽ 50 mm വരെ ഇങ്ങനെ പല തിക്നെസ്സിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മൾ പ്ലൈവുഡായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ ലാമിനേഷനോ അക്രിലിക് ഷീറ്റോ PVC ഷീറ്റോ അതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫിനിഷ് ചെയ്യാനുള്ള ഷീറ്റുകൾ നമ്മളതിന് ഉപയോഗിക്കണം. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. സ്ക്രൂ ഗ്രിപ്പും കാര്യങ്ങളും മറ്റേത് മെറ്റീരിയലിനേക്കാളും കൂടുതലാണ് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ബ്ലോക്ക് ബോർഡും ഏകദേശം കാര്യങ്ങളൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ്. ബ്ലോക്ക് ബോർഡും പ്ലൈവുഡും തമ്മിൽ പ്രത്യക്ഷത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ബ്ലോക്ക് ബോർഡിൽ പലതരം സ്ട്രിപ്പുകൾ, വുഡിൻ്റെ സ്ക്വയറായിട്ടുള്ള പീസുകളെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 വശങ്ങളിലായിട്ട് 2 mm 3 mm ഉള്ള ലെയറുകൾ, പ്ലൈവുഡിൽ ഉപയോഗിക്കുന്ന അതേ കോർ ലെയറുകൾ 2 വശത്തുനിന്നും ഒട്ടിച്ചുണ്ടാക്കിയ ബോർഡുകളാണ് ബ്ലോക്ക് ബോർഡ് എന്ന് പറയുന്നത്. 2 വശങ്ങളിൽ ലെയർ ഉണ്ടാവും. അതിൻ്റെ സെൻറ്ററിൽ ബ്ലോക്കുകളായിട്ട്, വുഡിൻ്റെ ബ്ലോക്കുകളായിട്ട് അടുക്കി വെച്ചിട്ടായിരിക്കും ഉണ്ടാകുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന ബ്ലോക്ക് ബോർഡുകൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, പ്ലൈവുഡ് പൊതുവെ ബെൻഡാവാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്ന ബോർഡാണ് പ്ലൈവുഡ്. എന്നാൽ ബ്ലോക്ക് ബോർഡിൽ അങ്ങനെ ഒരു ടെൻഡൻസി ബെൻഡാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ചില ബെൻഡാകുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന പ്ലൈവുഡുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഈ ബ്ലോക്ക് ബോർഡാണ് പലപ്പോഴും ഉപയോഗിക്കുക. പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ സ്ലൈഡിങ് ഡോറുകൾ 2 ലെയറായിട്ടാണ് ഉണ്ടാകുക. ഒരു ബേസ് ലെയറും ഒരു ടോപ്പ് ലെയറും. ഈ ഡോറ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ കൂടെ മറ്റൊരു ഡോറ് വന്ന് സ്ലൈഡായിട്ട് പോകുന്ന രീതിയിൽ. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയൊരു ബെൻഡ് വന്നാൽ തന്നെ ആ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും തമ്മിൽ കൂട്ടി ഉരയാനുള്ള സാധ്യതയുണ്ടാകുകയും അതുപോലെ അതൊരു അഭംഗിയായിട്ട് മാറുകയും ചെയ്യും. ചിലപ്പോൾ കൂടുതൽ ബെൻഡൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്ലൈഡിങ് ചാനലിൻ്റെ ട്രാക്കിൽ നിന്നും ഡോറ് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ട്രാക്കിൽ നിൽക്കാതെ വരും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കംപ്ലൈൻറ്റുകൾ പ്ലൈവുഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പം അതിന് പകരമായിട്ട് ഈ ബ്ലോക്ക് ബോർഡ് ഉപയോഗിച്ചാൽ 2 സൈഡും ഈക്വലായിട്ടുള്ള ലാമിനേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബെൻഡാവാനുള്ള സാധ്യതയില്ല. അതാണ് ബ്ലോക്ക് ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ഗുണം. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ടേബിളുകൾ, ബീറ്റൊക്കെ എടുത്ത് വയ്ക്കുന്ന ടേബിളുകൾ ഒക്കെ ചെയ്യുന്നതിന് ബ്ലോക്ക് ബോർഡാണ് പ്ലൈവുഡിനേക്കാളും നല്ലത്. കാരണം പരന്ന സർഫേസിൽ ഉള്ള പ്രതലങ്ങളുമായിട്ട് ഉപയോഗിക്കുന്ന ടേബിളുകളോ അതുപോലെ സ്റ്റാൻഡുകളോ അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കാൻ വെയിറ്റ് കൊണ്ട് ബെൻഡാവാതിരിക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ളത് ബ്ലോക്ക് ബോർഡിനാണ്. പ്ലൈവുഡ് അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ബെൻഡാവാനുള്ള സാധ്യതയുണ്ട്. 2ൻ്റെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ ബ്ലോക്ക് ബോർഡിനുള്ളൊരു പ്രോബ്ലം, അതിൻ്റെ ഉള്ളിൽ ഓരോ ബ്ലോക്കുകൾക്കിടയിലുള്ള ഗ്യാപ്പ്, അതാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻ്റായിട്ട് പറയാറുള്ളത്. ഈ പലപ്പോഴും സ്ക്രൂ ഫിറ്റിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മിനി ഫിക്സിങ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് സ്ക്രൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ക്രൂ ഉള്ളിലേക്ക് കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്.
അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളിൽ സ്ക്രൂ ഗ്രിപ്പ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതൊഴിച്ചാൽ ബ്ലോക്ക് ബോർഡും പ്ലൈവുഡും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല, ക്വാളിറ്റിയിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല. ബ്ലോക്ക് ബോർഡിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് 16 mm ആണ് ഏറ്റവും കുറഞ്ഞ ബ്ലോക്ക് ബോർഡ് തിക്നെസ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലൈവുഡ് ഞാൻ പറഞ്ഞല്ലോ 3 mm മുതൽ ഏകദേശം 50 mm വരെയുള്ള ബ്ലോക്ക് ബോർഡുണ്ട്. ബ്ലോക്ക് ബോർഡും 16 mm മുതൽ ഏകദേശം 50 mm വരെയുള്ള ബ്ലോക്ക് ബോർഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതുപോലെ ഈ ബ്ലോക്ക് ബോർഡിൻ്റെ മറ്റൊരു ഉപയോഗം, നോർമൽ ഓപ്പൺ സിങ്ക് ഡോറുകളിൽ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വാർഡ്രോബുകളിലൊക്കെ നമുക്ക് ഈ ബ്ലോക്ക് ബോർഡിൻ്റെ ഡോറുകൾ ഉപയോഗിച്ചാൽ ബെൻഡാവാനോ എന്തെങ്കിലും അലൈൻമെൻറ്റ് പ്രോബ്ലം ഉണ്ടാകാനോ സാധ്യതയില്ല. അതൊരു ഗുണമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. ഈ ബ്ലോക്ക് ബോർഡ് പൊതുവെ വാട്ടർ കൂടുതൽ വെള്ളമായിട്ട് സമ്പർക്കമുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറില്ല. അതിനുള്ള പ്രോബ്ലം, ബ്ലോക്കുകളുടെ ജോയിൻറ്റിൽ കൂടുതൽ വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് ബ്ലോക്ക് ബോർഡിൻ്റെ ഒരു പ്രോബ്ലം. വാട്ടർ പ്രൂഫായിട്ടുള്ള സ്ഥലങ്ങളിലും അതുപോലെ ചെറിയ ഡോറുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് പ്ലൈവുഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്. അതുപോലെ നമ്മൾ ലിപ്പിങ് അഥവാ എഡ്ജ് വൈൻഡിങ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ബ്ലോക്ക് ബോർഡ് എല്ലാ സർഫേസിലും എഡ്ജ് ഭാഗങ്ങളിൽ ലെവലായിരിക്കണമെന്നില്ല. ചില ബ്ലോക്കുകൾ വന്ന് തീരുന്ന ഭാഗമോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് എൻഡായ ഭാഗമോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കട്ട് ചെയ്ത് പാനൽ സോയിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എഡ്ജ് പെയിൻറ്റിങ് ചില സമയത്ത് ചില ഭാഗങ്ങളിൽ പിടിക്കാതെ വരാനുള്ള സാധ്യതയുണ്ട്. പ്ലൈവുഡിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സർഫേസ് ഉണ്ടാവും, കംപ്ലീറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് ലിപ്പിങ്ങിന് കിട്ടും. എന്നാൽ ബ്ലോക്ക് ബോർഡിൽ ലിപ്പിങ്ങിൽ പല സ്ഥലത്തും ഗ്യാപ്പുകളായിരിക്കും, ഹോളുകളായിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനിൽ ഉപയോഗിച്ച് പ്രസ് ചെയ്യുന്ന എഡ്ജ് ബൈൻഡിങ് ഗ്ലൂവും എഡ്ജിൽ ഉപയോഗിക്കുന്ന ടേപ്പും കറക്റ്റായിട്ട് ആ സർഫേസിൽ ചേർന്നിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഗ്യാപ്പുകളിൽ കൂടി വെള്ളമോ മോയ്സ്ചറോ എൻ്റെ ബോർഡിൻ്റെ ഉള്ളിൽ കടക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രൈ ഏരിയകളിൽ മാത്രമായിരിക്കണം ബ്ലോക്ക് ബോർഡ് ഉപയോഗിക്കേണ്ടത്. വെറ്റ് ഏരിയകളിൽ ഉപയോഗിക്കാൻ ഒരു നല്ലതായിട്ടുള്ള മെറ്റീരിയൽ അല്ല ബ്ലോക്ക് ബോർഡ്. അപ്പം ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നും എൻ്റെ ചാനലിൽ നിന്ന് ലഭിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ല് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.